അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു സൈത്തൂൻ ബീവി. എത്രയായിട്ടും വരാതായപ്പോൾ അവർക്ക് ടെൻഷൻ വന്നു. എങ്കിലും അവർ നോക്കി നിൽക്കുകയായിരുന്നു. എന്നാൽ അതാ തൻ്റെ ഭർത്താവിൻ്റെ വാഹനം ദൂരെ നിന്ന് കണ്ട സൈത്തൂൻ ബീവി പടച്ച റബ്ബിനെ സ്തുതിച്ചു. അൽഹംദുലില്ലാ റബ്ബേ, എൻ്റെ ആഗ്രഹങ്ങളെല്ലാം നിറവേറ്റിക്കൊണ്ട് തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് അതാ ഫർസാനയെ നിക്കാഹ് ചെയ്ത മഹറുമായി അതാ വരുന്നു. ശരിക്കും പടച്ച റബ്ബിനെ വീണ്ടും വീണ്ടും സൈത്തൂൻ ബീവി സ്തുതിച്ചുകൊണ്ടിരുന്നു. കയ്യിൽ ആ ഒരു ആഭരണപ്പെട്ടിയുമായി തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് കാറിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ സൈത്തൂൻ ബീവി അതാ അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് ഓടിയെത്തുന്നു. യാ സൈഫ്, അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. സൈഫ്, റാഹത്തല്ലേ? അൽഹംദുലില്ലാ ഖൈറ്. തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ വളരെയധികം സന്തോഷത്തോടെ സ്വീകരിക്കുകയാണ് സൈത്തൂൻ ബീവി. ശരിക്കും പറഞ്ഞാൽ അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. യാ സൈഫ്, അദ്ദേഹത്തിൻ്റെ ആ കവിളിൽ ഒന്ന് തട്ടിക്കൊണ്ട് സൈത്തൂൻ ബീവി അവരുടെ മുഖത്തേക്ക് നോക്കി ചിരിച്ചു. അൽഹംദുലില്ലാ, എൻ്റെ മനസ്സിലെ ആഗ്രഹം സാധിപ്പിച്ചു തന്നല്ലോ, വരൂ. എന്നാൽ തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് പള്ളിയിൽ നിന്ന് വരുമ്പോഴേക്കും അവർക്കുള്ള വിശാലമായ റൂമും സൗകര്യങ്ങളുമെല്ലാം അവൾ സെറ്റാക്കിയിരുന്നു. ബിയു പറഞ്ഞു, സൈഫ് വരൂ, നിങ്ങൾക്കുള്ള റൂം ഇതാണ്. റൂമോ? എനിക്കോ? എന്തിന്? പിന്നെന്താ, ഒരു പെണ്ണിനെ നിക്കാഹ് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ദാ മഹർമാല ഇവിടെ നിന്ന് നിങ്ങൾക്ക് ചാർത്താം. ഞാൻ വിളിക്കട്ടെ ഫർസാനിയെ? സൈത്തൂൻ, അത് വേണ്ട, അത് നീ ഇട്ട് കൊടുക്കണം, നിന്റെ ഇഷ്ടത്തിനല്ലേ. അപ്പോൾ എനിക്കതാണ് ഇഷ്ടം. അല്ലാ, എന്താ അങ്ങ് പറയുന്നത്? അങ്ങനെ പറയരുത്. നിങ്ങൾ തന്നെ അവളുടെ കഴുത്തിൽ അത് അണിയിച്ചു കൊടുക്കണം പ്ലീസ്. ബീവി, തൽക്കാലം നീ തന്നെ അണിയിച്ചു കൊടുക്കണം. അത് നിർബന്ധമുള്ള കാര്യമില്ല. നിക്കാഹ് കഴിക്കുക അതൊക്കെ, പക്ഷെ അത് അവളുടെ കഴുത്തിൽ നാം തന്നെ കെട്ടണം, അങ്ങനത്തെ നിർബന്ധമില്ല. മുസ്ലിംസിൽ നിക്കാഹ് കഴിഞ്ഞാൽ മതി, അത് മഹർ കൊടുത്താലും മതി, അത് ആരായാലും കുഴപ്പമില്ല. പിന്നെ ഞാൻ മഹർ വാങ്ങി കൊടുക്കുന്നു, അല്ലാതെ കഴുത്തിൽ കെട്ടണം അങ്ങനെയൊന്നുമില്ല. അല്ലാ, എന്താ ഇത്? എന്നാലും സാരല്ല, തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് അവൾ നിക്കാഹ് കഴിച്ചല്ലോ, അത് മതി. പടച്ച റബ്ബേ, അപ്പോൾ അങ്ങ് ഇല്ല, എനിക്ക് അല്പം തിരക്കുണ്ട്, ഞാൻ പിന്നെ വരാം. അല്ലാ, നിങ്ങളെന്താ നിക്കാഹ് കഴിഞ്ഞ ആ ദിവസം അവളോടൊപ്പം കൂടാതെ? ബീവി, ഞാൻ ഉമ്മയുടെ അടുക്കൽ പോയിട്ട് വരാം. നീ ആ മഹർ അവൾക്ക് ചാർത്തി കൊടുക്ക്. അദ്ദേഹം ഉമ്മയുടെ അടുക്കലെത്തി. മോനെ, എന്തായി, റാഹത്തല്ലേ? ഉമ്മ, അൽഹംദുലില്ലാ. ആ ഉമ്മ ആ മകന് വേണ്ടി പ്രാർത്ഥിച്ചു. റബ്ബേ, എൻ്റെ മകൻ എന്താണ് ഉദ്ദേശിച്ചത് അതവൻക്ക് ലഭിക്കണേ അല്ലാ. ഈ സമയം ഫർസാനയുടെ റൂമിനരികിൽ സൈത്തൂൻ ബീവി അങ്ങോട്ട് ചെല്ലുന്നു. ഫർസാന, ഫർസാന. ആ ബീവി, ഇങ്ങോട്ട് പോരൂ. അല്ല, അങ്ങോട്ടല്ല വരേണ്ടത്. ഇനി നിൻ്റെ റൂം അതല്ല, ചെറിയ മാറ്റങ്ങൾ വരുത്തേണ്ടിയിരിക്കുന്നു. എന്താണ് ബീവി ഉദ്ദേശിച്ചതെന്ന് ഫർസാനക്ക് മനസ്സിലായി. ഫർസാന, ഇത് കണ്ടോ, നിൻ്റെ നിക്കാഹ് കഴിഞ്ഞിരിക്കുന്നു. അതായത് എൻ്റെ ഭർത്താവ് നിന്നെ നിക്കാഹ് കഴിച്ചിരിക്കുന്നു. ഇനി നമ്മൾ കൂടെ പിറപ്പുകളാണ്. എനിക്കുള്ള അതേ സ്ഥാനം നിനക്കും ഈ വീട്ടിൽ ലഭിക്കും. വീട്ടിൽ മാത്രമല്ല, എൻ്റെ ഭർത്താവിൻ്റെ നമ്മുടെ ഭർത്താവിൻ്റെ അടുക്കലും എനിക്കും നിനക്കും ഇനി ഒരേ സ്ഥാനമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യത്തിലും അവകാശപ്പെടുവാൻ ബീവിക്ക് ഇനി മുതൽ സമ്മതമാണ്. ഇതാ ബീവിക്കുള്ള മഹർ, അതിമനോഹരമായ ഒരു ഡയമണ്ട് നെക്ലേസ് സൈത്തൂൻ ബീവി അതാ ഫർസാനക്ക് സമ്മാനിക്കുന്നു. അവളുടെ ആ ഒരു മനോഹരമായ കഴുത്തിൽ അവളത് കെട്ടിക്കൊടുക്കുമ്പോൾ അവൾ പറഞ്ഞു, ഫർസാന പൊറുക്കണം, അതായത് ഇതെന്ന് വെച്ചാൽ ഉമ്മയുടെ അടുക്കിലേക്ക് പോയതാണ് അർബാവ്, അപ്പോൾ വരൂ കേട്ടോ. പാവം സൈത്തൂൻ ബീവി ഒന്നും അറിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം ഫർസാനക്കും ഏറെക്കുറെ അറിയാമായിരുന്നു. ബീവി, ഞാനിവിടെ നിന്നോളാം. ഈ റൂമിൽ എനിക്ക് ഏറ്റവും
സുരക്ഷിതത്വവും സേഫ്റ്റിയും ഇവിടെയാണ്. അതെന്താ? ഇനി എന്തിനാ സുരക്ഷിതത്വം? നിന്റെ ഭർത്താവല്ലേ ഇവിടെ ഉള്ളത്? വേറൊരു അന്യപുരുഷനും ഈ വീട്ടിലേക്ക് കടന്നു വരില്ല. നിനക്ക് വേണ്ടി കണ്ടില്ലേ, നിനക്കും സേഫിനും വേണ്ടി വിശാലമായ റൂം ഞാൻ സെറ്റാക്കിയിട്ടുണ്ട്. ഒന്നിങ്ങ് വന്ന് നോക്കിക്കേ. ഫർസാനയുടെ കൈ പിടിച്ച് അതാ ജെയ്ത്തൂൻ ബീവി നടക്കുന്നു. ഇതാ കണ്ടോ, ഇതാണ് മോൾക്കുള്ള റൂം. ഇതാ കണ്ടില്ലേ, വളരെയധികം കണ്ടറിഞ്ഞ് തന്നെ സെറ്റാക്കിയിട്ടുണ്ട്. എല്ലാ സൗകര്യങ്ങളും കാര്യങ്ങളും എല്ലാം അതിലുണ്ട്. ഇനി മുതൽ ഫർസാനയും സേഫും ഈ റൂമിൽ കഴിയണം. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എത്രയായിട്ടും അർബാവ് വരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ അവൾക്ക് വ്യാധിയായി. റബ്ബേ, എവിടെ പോയി അർബാവ്? നേരെ അതാ ഭർത്താവിനെ തിരഞ്ഞ് ഭാര്യ നടക്കുന്നു. സേഫ്, സേഫ് എവിടെ? എന്തിവിടെ പണി? ഓ, എത്ര സമയമായി ഞാൻ വെയിറ്റ് ചെയ്യണോ? എന്തിന്? എന്തൊരു സംസാരമാണിത്? സേഫ് നിക്കാഹ് കഴിച്ച് കൊണ്ടുവന്ന് എന്ന് വെച്ചിട്ട് ഇവിടെ ഒറ്റയ്ക്കിടാനാണോ? ബീവി, ഇപ്പോഴിത് പകലല്ലേ, ഞാൻ പോയിക്കോളാം. നിനക്കെന്തത്ര തിരക്ക്? അല്ല, എന്നാലും ജസ്റ്റ് ഒന്ന് അവളോട് അല്പം സമയമെങ്കിലും ഒന്ന് സംസാരിച്ചിരിക്കാനെങ്കിലും ഞാനതിനു വേണ്ടി റൂമും കാര്യങ്ങളെല്ലാം സെറ്റാക്കി. പക്ഷേ നീ ക്ഷമിക്കൂ ജെയ്ത്തോൻ, ഞാൻ പോയിക്കോളാം. അല്പസമയം ഇവിടെയൊക്കെ ഒന്ന് ഇരിക്കട്ടെ. തൻ്റെ ഭർത്താവ് എന്താണ് പോകാത്തത് എന്നുള്ള കാര്യത്തിൽ ചെറിയൊരു ആശങ്കയുണ്ടായിരുന്നു. അത് സാരമില്ല, കുറച്ച് കഴിഞ്ഞിട്ട് പോയിക്കോളും. തൽക്കാലം ഉമ്മയുടെ അടുക്കലൊക്കെ ഇരിക്കട്ടെ. സമയമായില്ലല്ലോ, അല്ലെങ്കിലും നിക്കാഹ് രാവിലെ കഴിഞ്ഞതല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാ ഉച്ചയ്ക്ക് ശേഷം ഭക്ഷണം കഴിച്ചിട്ടൊക്കെ പോയിക്കോളും. ബീവി സമാധാനപ്പെട്ടു. ഇടയ്ക്കിടെ ഫർസാനയുടെ റൂമിൽ പോയി നോക്കും. ഫർസാന, എന്തെങ്കിലും ബുദ്ധിമുട്ട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. ബീവി, എനിക്കൊന്നും പറയാനില്ല. എനിക്കാകെ പറയാനുള്ളൊരു കാര്യം. എന്താണ്? ഞാൻ ആദ്യം കിടന്ന ആ റൂമിൽ തന്നെയാണ് എനിക്ക് സുഖം. അവിടെ ആകുമ്പോൾ എനിക്ക് അതെങ്ങനെ? സേഫിന് അവിടെ കിടക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. നിനക്കും സേഫിനുള്ളതാണ് ഇവിടെ ഞാൻ ഒരുക്കിയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ സൈഫ് ഉള്ള സമയത്ത് നീ ഇങ്ങോട്ട് വരണം. ഇല്ലാത്ത സമയത്ത് ഒറ്റയ്ക്ക് അവിടെ കിടന്നോ, കുഴപ്പമില്ല. എന്താ? ബീവി, ഞാൻ പോയിക്കോളാം. ഞാൻ സേഫുള്ള സമയത്ത് അങ്ങനെ ചെയ്യാം. അതുവരേക്കും ഞാൻ ആ റൂമിൽ തന്നെ നിന്നോളാം. അതായിരിക്കും നല്ലത് അല്ലേ? ഫർസാന, നിന്റെ ഇഷ്ടം പോലെ. വീട്ടിലേക്ക് വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞോ? ഇല്ല, പറഞ്ഞിട്ടില്ല. അതെന്താ? ഇത്രയ്ക്കും നല്ല ഒരു കാര്യം നടന്നിട്ട് നീ എന്താ പറയാത്തത്? ഹേയ്, ഒന്നുമില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴതാ അർബാവ് അങ്ങോട്ട് വരുന്നു. ജെയ്ത്തൂൻ ബീവി അദ്ദേഹത്തെ കാത്തിരിക്കുകയായിരുന്നു. യാ സേഫ്, എന്താ ഇതിങ്ങനെ? ഒന്ന് ചെന്നൂടെ? നിക്കാഹ് കഴിഞ്ഞതല്ലേ, ഒന്ന് ചെല്ലണ്ടേ? ഒന്ന് ആശ്വസിപ്പിക്കാനെങ്കിലും, നല്ലൊരു വാക്ക് പറയാനെങ്കിലും. അവൾ ആ റൂമിൽ നിന്ന് പോകാൻ വേണ്ടി ഒരുങ്ങി നിൽക്കാണ്. അവൾക്ക് അവളുടെ പഴയ റൂമാണ് ഇഷ്ടമെന്ന് പറഞ്ഞു. അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആവട്ടെ. അല്ല സേഫ്, അതിൽ 2 പേർക്ക് വിശാലമായി താമസിക്കാനുള്ള അതൊന്നും വിഷയമല്ല. അതിനിപ്പോൾ വലിയ റൂമൊക്കെ വേണമെന്നുണ്ടോ? തൻ്റെ ഭർത്താവ് അങ്ങനെയാണ് പറഞ്ഞത്. എന്നാലും സേഫ്, ചെല്ല്, പൊയ്ക്കോളൂ റൂമിലേക്ക്. അവൾ അവിടെ ഉണ്ടാകും. തൻ്റെ ഭാര്യയുടെ നിർബന്ധത്തിന് വഴങ്ങി സേഫിന് എന്ത് ചെയ്യണം എന്നറിയുന്നില്ല. ഒരു നിമിഷം സേഫ് വിചാരിക്കുന്നു, റബ്ബേ, എന്തെങ്കിലും ഒരു വഴി നീ കാണിച്ചു തരണം. അപ്പോഴേക്കും സേഫിൻ്റെ ഒരു ഫ്രണ്ട് ഭാഗ്യത്തിന് വിളിച്ചു. യാ സൈത്തൂൻ, ഞാൻ വരാം. അല്പം വൈകൂട്ടോ. നിങ്ങൾ കിടന്നോളുണ്ടോ? എന്താ നിങ്ങൾ പറയുന്നത്? നിക്കാഹ് കഴിഞ്ഞ ദിവസം എന്താ പഠിച്ചോനെ, എങ്ങനെ ചെറിയ കുട്ടികളോടെന്ന പോലെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണമല്ലോ ഇത്. റബ്ബേ, എന്തിപ്പോൾ ചെയ്യാം? ഒന്നും അറിയാത്ത കൊച്ചു കുട്ടിയെപ്പോലെ എൻ്റെ ഭർത്താവ് എല്ലാം അറിഞ്ഞിട്ടും എന്തിനെങ്ങനെ പെരുമാറുന്നത്? സത്യം പറഞ്ഞാൽ സൈഫിന് അത് വലിയൊരു ഭാഗ്യമായി മാറി തൻ്റെ പ്രിയപ്പെട്ട ഫ്രണ്ട് വിളിച്ചത്. ആ സമയത്ത് അവിടെ നിന്ന് രക്ഷപ്പെടാൻ വല്ലാത്തൊരു കാര്യമായിരുന്നു അത്. ജെയ്ത്തൂൻ ബീവിക്ക് സങ്കടമായി. എന്നാലും ഫർസാന മോളെ വിഷമിക്കണ്ടട്ടോ, ഒരു കോൾ അത്യാവശ്യമായിട്ട് വന്നിട്ട് പോയതാണ്. എനിക്ക് വിഷമമൊന്നുമില്ല ബീവി. എന്തിനു ബീവി വിഷമിക്കുന്നത്? സമയം രാത്രിയായി തുടങ്ങി. എല്ലാ കൂട്ടിലും പക്ഷികൾ ചേക്കേറാൻ തുടങ്ങി. അതാ ആകാശമാകെ കറുത്തിരുണ്ട് തുടങ്ങുന്നു. ശരിക്കും ബീവി
പ്രതീക്ഷയോടെ നോക്കിയിരിക്കുകയാണ് തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ. റബ്ബേ, ഇതെവിടെ പോയി? ഒന്ന് വിളിച്ചു നോക്കിയാലോ? വേണ്ട, എന്തെങ്കിലും ഫംഗ്ഷനോ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഓഫീസ് വർക്കോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അല്ലാ, എന്താ വരാത്തത്? ആ കുട്ടി പാവം, നിക്കാഹ് കഴിഞ്ഞ കുട്ടിയാണ്. നിക്കാഹ് കഴിഞ്ഞ കുട്ടിയുടെ അടുത്തേക്ക് അർബാവ് പോയില്ലെങ്കിൽ പിന്നെന്താ അതിനൊരു അർത്ഥമുള്ളത്? അന്നതാ സമയം ഏറെക്കുറെ വൈകുന്നു. ശരിക്കും പറഞ്ഞാൽ ജെയ്ത്തൂൻ ബീവിക്ക് ഒരു ക്ഷമയുമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. അല്ലാ, ഈ സേഫ് ഇത് എവിടെ പോയി കിടക്കുക റബ്ബേ? ഇന്നെന്തിനാ എല്ലാ ദിവസവും മഗ്‌രിബായി കഴിഞ്ഞാൽ പിന്നെ പുറത്തേക്കൊന്നും സാധാരണ പോവാറില്ല. എന്നോടിങ്ങനെ സംസാരിച്ചു കൊണ്ടും കിന്നാരം പറഞ്ഞുകൊണ്ടും ഒരുപാട് സമയം ഞങ്ങൾ വീടിന് മുകളിലും ഗാർഡനിലൊക്കെ ആയിട്ട് അങ്ങനെ ചിലവഴിക്കും. പക്ഷേ ഇന്ന് എന്തു പറ്റി? ഇന്ന് പവിത്രമായ ആ ഒരു നിക്കാഹ് കർമ്മം കഴിഞ്ഞിട്ടും ഹേയ്, എന്തു പറ്റിയാവോ? സന്തോഷത്തോടെ ഫ്രണ്ട്സിനെങ്ങാനും ട്രീറ്റ് കൊടുക്കാൻ പോയോ? ഹേയ്, എനിക്കറിയുന്നില്ല. പിന്നെയും ഫർസാനയുടെ അരികിലേക്ക് പോവുകയാണ്. ഫർസാന, ബീവി, നിങ്ങൾ എന്തിനു വിഷമിക്കുന്നത്? നിങ്ങൾ അവിടെ പോയി കിടന്നോളൂ. എനിക്ക് വിഷമമൊന്നുമില്ല, നോ പ്രോബ്ലം. നിങ്ങൾ അവിടെ പോയി കിടന്നോളൂ. എൻ്റെ കാര്യത്തിൽ നിങ്ങളൊന്നും വിചാരിക്കണ്ട. ബീവി, ചെല്ലി, നിങ്ങൾ സമാധാനത്തോടു കൂടി ഉറങ്ങിക്കോളൂ. നിങ്ങളുടെ മനസ്സ് വല്ലാതെ വേദനിക്കുന്നുണ്ടല്ലേ? അതെ ഫർസാന, എൻ്റെ അർബാവ് ഇങ്ങനെ ചെയ്യുന്നൊരാളല്ല. നിന്നെ ഞാനൊന്നും പറഞ്ഞ് പറ്റിച്ചതുമല്ല. അത്രക്കും നല്ല മനുഷ്യനായിരുന്നു. ഇന്ന് ഉച്ച വരെ അങ്ങനെ തന്നെയായിരുന്നു. പോയതിനു ശേഷം എന്തെന്നറിയില്ല. എൻ്റെ ഭർത്താവ് എന്ന് വെച്ചാൽ നമ്മുടെ ഭർത്താവ് എന്ന് വെച്ചാൽ ഒരിക്കലും ഒരു ഉപദ്രവകാരിയോ ഒന്നുമല്ല. നല്ല മനുഷ്യനാണ് അദ്ദേഹം. തിരിച്ചു വരും. ബീവി, ഞാൻ പറഞ്ഞല്ലോ എനിക്ക് വിഷമില്ല. ബീവി കിടന്നോളൂന്ന്. പിന്നെ രാത്രി ഏറെ വൈകി കഴിഞ്ഞാലും എന്നെ വിളിക്കണ്ട കേട്ടോ. ഞാൻ അകത്ത് വാതിലടച്ച് കിടക്കുവാണ്. ഫർസാന, നീ എന്തീ പറയുന്നത്? ഇന്ന് നിൻ്റെ നിക്കാഹ് രാവല്ലേ? ആ, അതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ അറബി വരുമ്പോഴേ നിങ്ങളുടെ കൂടെ ഈ ദിവസം നിങ്ങൾക്ക് വേണ്ടി ഞാൻ തന്നിരിക്കുന്നു. ഫർസാനയുടെ ആ ഒരു വാക്കുകൾ കേട്ട് ശരിക്കും അവർ ഞെട്ടിപ്പോവുകയാണ് ഉണ്ടായത്. ഫർസാന, എന്തു പറ്റി? എന്തിങ്ങനെ പറയുന്നത്? നിൻ്റെ കഴുത്തിൽ ഈ ഒരു ഡയമണ്ട് നെക്ലേസ്, അത് അദ്ദേഹത്തിൻ്റെ മഹറല്ലേ? പിന്നെന്താ നീ ഇങ്ങനെ പറയുന്നത്? ഒരിക്കലും ഇങ്ങനെ പറയുന്നത് ശരിയല്ലല്ലോ. അല്ല, ബീവിയെയും അർബാവിനെയും ബുദ്ധിമുട്ടിക്കണ്ട. എനിക്ക് എന്തൊക്കെ തന്നെയായാലും ഇവിടുത്തെ 2ാം സ്ഥാനം മതി. 1ാം സ്ഥാനം എപ്പോഴും ബീവിക്ക് തന്നെയാണ്. ഞാൻ അങ്ങയുടെയൊക്കെ ശരിക്ക് ഒരു ജോലിക്കാരിയായി എന്നെ കണ്ടാൽ മതി. ഫർസാന, അങ്ങനെയല്ല. അങ്ങനെ ചെയ്യുന്നത് ഭയങ്കര തെറ്റാണ്. കാരണം ഒരിക്കലും നമ്മൾ 2 ഭാര്യമാരുടെ ഇടയിൽ നീതി ഇരിക്കാൻ പാടില്ല. നീതി പാലിക്കണം 2 ആളുടെ ഇടയിലും ഒരുപോലെ. അല്ലാതെ ഒരാൾക്ക് കൂടുതൽ സ്ഥാനം മറ്റാൾക്ക് സ്ഥാനമില്ലായ്മ അങ്ങനെയൊന്നുമില്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ബീവിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഫർസാന, ഈ റൂമിൽ തന്നെ നിൽക്കട്ടോ. ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയ റൂമാണിത്. വളരെയധികം വിശാലമായ ആ റൂമിൽ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിരുന്നു. സത്യം പറഞ്ഞാൽ ഫർസാന ആ റൂമിൽ ഇരുന്നപ്പോൾ അവൾക്ക് വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല. റബ്ബേ, ഇത്രക്കും രാജകീയമായ ഈ ഒരു റൂമിൽ എനിക്കിരിക്കാനുള്ളൊരു ഭാഗ്യം പഠിച്ചോനെ. അല്പസമയം കഴിഞ്ഞപ്പോഴതാ ഒരു ഹോണടി കേൾക്കുന്നു. ജെയ്ത്തൂൻ ബീവി പെട്ടെന്ന് ഓടിച്ചാടി അവിടെ എത്തി. യാ, സേഫ് ചെയ്തത് ശരിയായില്ലട്ടോ ഒരിക്കലും. എന്തു പറ്റി? അല്ല, എന്താ ഇന്ന് ഇത്ര വൈകിയത്? സമയമായില്ലല്ലോ പെണ്ണേ. ഇതാ ഇത്ര സമയം ആയിട്ടുള്ളൂ. രാത്രി 10 മണി. സേഫ്, ഈ സമയത്ത് സാധാരണയായി എൻ്റെ ഭർത്താവ് പുറത്തു പോകാറില്ല. എന്നോട് സംസാരിച്ചിരിക്കുകയാണ് എന്നും പതിവ്. പക്ഷെ ഇന്നെന്താ ഇങ്ങനെ? എൻ്റെ പെണ്ണെ, നീ ഒന്ന് സമാധാനിക്ക്. ഞാൻ വിളിക്കട്ടെ ഫർസാനയെ? ഇനി എൻ്റെ അർബാവിൻ്റെ കാര്യങ്ങൾ കുറേയൊക്കെ അവൾ നോക്കിക്കോളൂല്ലേ? ജെയ്ത്തൂൻ, പ്ലീസ്. എന്താ അങ്ങയുടെ കണ്ണുകൾ അറിയുന്നത്? ഹേയ്, ഒന്നുമില്ല. എനിക്ക് എൻ്റെ എല്ലാ കാര്യത്തിനും ജെയ്ത്തൂൻ തന്നെ വേണം. അവളെ ഞാൻ നിക്കാഹ് കഴിച്ചു എൻ്റെ ജെയ്ത്തൂന് വേണ്ടിയിട്ട്. പക്ഷേ പ്ലീസ് അങ്ങനെ പറയരുത്. അവളും കുറേ കാര്യങ്ങളൊക്കെ അങ്ങേക്ക് വേണ്ടി ചെയ്യട്ടെ, എങ്കിലല്ലേ സ്നേഹം ഉണ്ടാവുള്ളൂ. ജെയ്ത്തൂൻ, എൻ്റെ പെണ്ണെ, ഞാൻ നാളെ മുതൽ അവിടേക്ക് പോയിക്കോളാം. പ്ലീസ്. സേഫ്, വേഗം ഫ്രഷായിട്ട് വേഗം ചെല്ലണം. അല്ലെങ്കിൽ പിന്നെ എന്തിനാ ഇങ്ങനെ നിക്കാഹൊക്കെ കഴിച്ച് കാത്തിരുന്നത്? എനിക്കാണ് വലിയ വിഷമം. നമുക്ക് പെട്ടെന്നൊരു കുഞ്ഞിക്കാലം ഉണ്ടാകുകയാണെങ്കിൽ അതല്ലേ അതിൻ്റെ
ഏറ്റവും എളുപ്പമായ വഴി നമ്മൾ നോക്കല്ലേ വേണ്ടത്. എന്താ സീതു നീ പറയുന്നത്? എന്താ പ്ലീസ്, നിങ്ങളെന്താ എന്നെ ചതിക്കായിരുന്നോ? അല്ല. പെട്ടെന്ന് തന്നെ അതാ അറബി ഫ്രഷായി അദ്ദേഹത്തിന് വേണ്ടി പുതിയൊരു കന്തൂറ അവൾ ഏൽപ്പിച്ചു കൊടുത്തു. ദാ ഇത് ധരിച്ചോളൂ. അതിൽ നിരവധി അത്തറുകൾ അവൾ പുരട്ടിയിരുന്നു. ഇതെന്താ? അതെ, ആദ്യ രാത്രി മണിയറയിലേക്കാണ് പ്രവേശിക്കുന്നത് എൻ്റെ അർബാവ്. അതുകൊണ്ട് സുഗന്ധപൂരിതമായി ചെല്ലണം, അവൾ ആകർഷിപ്പിക്കണ്ടേ. ആ, ഈ പെണ്ണിൻ്റെ ഒരു കാര്യം. ശരിക്കും പറഞ്ഞാൽ ആ ഒരു കന്തൂർ അണിഞ്ഞപ്പോൾ ആ അറബിക്ക് കൂടുതൽ ഭംഗിയുള്ളതായി ജെയ്ത്തൂൻ ബീവിക്ക് തോന്നി. ജെയ്ത്തൂൻ, അർബ പോയിട്ട് വരൂ. അവളുടെ ബെഡിൽ നിന്ന് അദ്ദേഹം എഴുന്നേൽക്കുന്നില്ലായിരുന്നു. അവൾ അദ്ദേഹത്തിൻ്റെ നെറുകിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു, യാ അർബ, യാ സൈഫ്, അങ്ങ് സന്തോഷത്തോടു കൂടി പോകണം, നല്ല ലക്ഷ്യം വെച്ച് ചെല്ലു. അങ്ങനെ അതാ അറബിയുടെ കൈ പിടിച്ചുകൊണ്ട് ജെയ്ത്തൂൻ ബീവി ആ റൂമിലേക്ക് കൊണ്ടുപോകുന്നു. ജെയ്ത്തൂൻ, നിനക്ക് എങ്ങനെ ഇത് കഴിയുന്നു? എന്താ, നിക്കാഹ് കഴിച്ച പെണ്ണിൻ്റെ അടുക്കലേക്കല്ലേ? എനിക്കെന്ത് പ്രശ്നം? എന്നാലും നിനക്ക് എങ്ങനെ ഇത് കഴിയുന്നുണ്ട് പെണ്ണെ? എന്നെ മറ്റൊരാൾക്ക് കൊടുക്കാൻ നിനക്ക് കഴിയോ? അത് കേട്ടപ്പോൾ ജെയ്ത്തൂൻ ബീവിക്ക് സങ്കടമായി. സെയ്ഫ്, നമ്മൾക്ക് വേണ്ടിയല്ലേ, നമ്മൾക്ക് വേണ്ടി കൂടിയല്ലേ, അല്ലാതെ അവർക്ക് വേണ്ടി മാത്രമല്ലല്ലോ. എനിക്ക് എൻ്റെ മനസ്സിൽ അതിയായ ആഗ്രഹം കൊണ്ട് തോന്നിപ്പോയതാണത്. തെറ്റായി പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഇനി എന്താ പെണ്ണെ തെറ്റാകാനെ? നിക്കാഹ് കഴിഞ്ഞില്ലേ? അപ്പോൾ എന്നോട് നിനക്ക് ഇത്ര ഇഷ്ടമുണ്ടായിരുന്നുള്ളൂ? മറ്റൊരു പെണ്ണെ നീ എന്നെ വിട്ടുകൊടുക്കോ? അല്ല അല്ല അർബ, അതുകൊണ്ടല്ല. എൻ്റെ മനസ്സിൻ്റെ വേദന അർബക്ക് അറിയാലോ. എനിക്കറിയാം എന്നെ നിങ്ങൾ കളിയാക്കുകയാണെന്ന്. അല്ല പെണ്ണെ, സത്യമായിട്ടും എൻ്റെ ബീവി, ഞാൻ വിചാരിച്ചിരുന്നു എൻ്റെ ജെയ്ത്തൂൻ ബീവി അതെൻ്റെ മാത്രം സ്വന്തമാണെന്ന്. ആണല്ലോ, അതുമാത്രമല്ല ഞാൻ ജെയ്ത്തൂൻ ബീവിൻ്റെയും മാത്രം സ്വന്തമാണെന്ന് വിചാരിച്ചിരുന്നു. ആ, ഇന്ന് വരെ അങ്ങനെയായിരുന്നല്ലോ. പക്ഷേ ഇന്ന് മുതൽ മറ്റൊരു അവകാശിയെ, എൻ്റെ സ്നേഹത്തിൻ്റെ പകുതിയെ, ഞാനങ്ങ് എൻ്റെ ജീവൻ്റെ പാതിയെ അവൾക്ക് വേണ്ടി വിട്ടുകൊടുക്കുകയാണ്. നമ്മളുടെ ലക്ഷ്യം പൂർത്തീകരിക്കാൻ മനസ്സിൽ വിഷമം ഇല്ലായിട്ടല്ല, പിടിച്ചു വെക്കുകയാണ്. ബേബി, അത് അങ്ങയോട് ഇഷ്ടമില്ലായിട്ടില്ല, സ്നേഹമില്ലായിട്ടല്ല, അങ്ങേ ആർക്ക് വിട്ടുകൊടുക്കാനും എനിക്ക് ഇഷ്ടമില്ല. പക്ഷേ പിടിച്ചു വെക്കുകയാണ് ഞാൻ എൻ്റെ വേദനകൾ, വിഷമങ്ങൾ. നമുക്കൊരു കുഞ്ഞുണ്ടായി കിട്ടിയാൽ എന്ന് കരുതിയിട്ട് അർബാവ്, അല്ലാതെ ഒരിക്കലും നിങ്ങളെ വിട്ടുകൊടുക്കില്ല. അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവൾ വിതുമ്പി കരഞ്ഞു. അതെ, തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ ആദ്യമായി രണ്ടാമത്തെ മണിയറയിലേക്ക് അവൾ കൊണ്ടാക്കുകയാണ്. സത്യം പറഞ്ഞാൽ അർബാവ് അവളുടെ കൈ മുറുകെ പിടിച്ചിരുന്നു. എൻ്റെ ജെയ്ത്തൂൻ, നിനക്ക് എന്ത് തോന്നുന്നു? അർബാവ്, എൻ്റെ വിഷമങ്ങളും പ്രയാസങ്ങളും ഞാൻ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നു. നമുക്ക് വേറെ പലതും നേടാനുണ്ട്. അതുകൊണ്ട് തന്നെ മനസ്സിനുള്ളിലെ വേദന ഇല്ലായിട്ടല്ല അർബാവ്, ഇഷ്ടമില്ലായിട്ടല്ല, സ്നേഹം കൊണ്ടാണ് എനിക്കിങ്ങനെ ഒരു ത്യാഗം. ഞാൻ ത്യാഗമാണ് ചെയ്യുന്നത്. ഹൃദയം പറിച്ചെടുക്കുന്ന വേദനയുണ്ട് എനിക്കതിൽ. പക്ഷേ അർബാവ്, നമുക്ക് വേണ്ടിയിട്ട്, നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് ഞാനിതാ ത്യാഗം സഹിക്കുകയാണ്. അങ്ങേ അവൾക്ക് വേണ്ടി സമർപ്പിക്കുകയാണ്. നിങ്ങൾ രണ്ടുപേരും നല്ല രീതിയിൽ സുഖത്തോടു കൂടി ജീവിക്കണം. അതിൽ നമ്മൾക്ക് വേണ്ട കുസുമങ്ങൾ വിരിയണം. അതിനു വേണ്ടിയിട്ടാണ് എൻ്റെ അർബ ഞാൻ ഇത്രയും കൊതിച്ച് അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നതും നിങ്ങളെ കൊണ്ട് നിക്കാഹ് കഴിപ്പിച്ചതും എല്ലാം. എൻ്റെ ആഗ്രഹം പൂർത്തിയാക്കി തരൂലേ എൻ്റെ സെയ്ഫ്? തീർച്ചയായും, തീർച്ചയായും എൻ്റെ ജെയ്ത്തൂൻ ബീവിയുടെ ആഗ്രഹം ദാ ഞാൻ പൂർത്തിയാക്കി തരും. അറബി ആ വാതിൽ തുറന്നുകൊണ്ട് അതാ അകത്തേക്ക് പ്രവേശിക്കുന്നു. അതിനുള്ളിൽ ഫർസാന ഒരു മണവാട്ടിയായിരിക്കുന്നതാണ് അദ്ദേഹം കണ്ടത്. ഒരു നിമിഷം അദ്ദേഹം ഞെട്ടിപ്പോയി. റബ്ബേ, ഇത്രയധികം സൗന്ദര്യത്തിൽ ഇവളെ ഒരുക്കി നിർത്തിയത് എൻ്റെ ബീവിയായിരിക്കും, എൻ്റെ ജെയ്ത്തൂൻ ബീവി, അല്ലാതാര്? ആ റൂം കണ്ടും ശരിക്കും അറബി അത്ഭുതപ്പെടുന്നു. ഈ വിശാലമായ റൂമിൽ ഇത്രയധികം ഡെക്കറേറ്റ് കാര്യങ്ങൾ, ഇതൊക്കെ ഇവൾ എപ്പോൾ ചെയ്യിപ്പിച്ചു? ഹോ എൻ്റെ റബ്ബേ, എൻ്റെ ഭാര്യയുടെ ഒരു ആഗ്രഹം. ഫർസാന,
അദ്ദേഹം വിളിച്ചുകൊണ്ട് അങ്ങോട്ട് വന്നു. ഫർസാന ബെഡിൽ നിന്ന് എഴുന്നേറ്റ് നിന്നു. ആ ഫർസാന, എന്തു പറയുന്നു? അവൾ നാണിച്ച് തല താഴ്ത്തി. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.